തണുത്ത കാലാവസ്ഥയിലും മാവ് നല്ലോണം പതഞ്ഞ് പൊങ്ങി വന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കംപ്ലൈൻ്റ് ആണ് തണുപ്പ് കാലമായി കഴിഞ്ഞാൽ മാവ് പൊങ്ങി വരുന്നില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഇഡ്ഡലിയും ദോശയ്ക്ക് ഹാർഡായി പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു അര ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് മുഴുവനായിട്ടുള്ളതാണ്. അത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ അരച്ചെടുക്കാൻ പാടുള്ളൂ. അതുപോലെ മുഴുവനായിട്ടുള്ള ഉഴുന്ന് പരിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ദോശയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ അരക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മിക്സി ചൂടായി പോകാണ്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എടുക്കുന്നത് 1 കപ്പ് ഇഡ്ഡലി റൈസാണ്. പച്ചരിയോ ഏത് റൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ 1 കപ്പിന് 1 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തത്. നമ്മൾ അരി എടുക്കുന്നതിൻ്റെ പകുതി അളവിൽ തന്നെയാണ് ഉഴുന്ന് പരിപ്പ് എടുക്കുന്നത്. അത് നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഉഴുന്ന് പരിപ്പൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അത് കുതിർത്ത് വെച്ച വെള്ളം തന്നെ ചേർത്തിട്ടാണ് അരക്കേണ്ടത്. ഉഴുന്ന് പരിപ്പ് നമ്മൾ കുതിർത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുത്തത്. അതുപോലെ തന്നെ ഇത് അരിയും ഒന്ന് അരച്ചെടുക്കാം. അരിയിലേക്ക് നമ്മൾ കുറച്ച് ചോറും കൂടിയും ചേർക്കുന്നുണ്ട്. ഒരു കൈപ്പിടി ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരി അരയ്ക്കുമ്പോൾ കുറച്ച് തരിതരിപ്പായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ അരിയും അതുപോലെ ഉഴുന്നരച്ചത് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ട് നമ്മൾ തണുത്ത കാലാവസ്ഥയാണെങ്കിൽ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഒരു 5 മിനിറ്റ് അടിച്ച് പതപ്പിച്ചെടുത്താൽ മതി. അതുപോലെ മാവ് നല്ലവണ്ണം പൊങ്ങി വരാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇതാ സവാള നമ്മൾ തൊലി കളഞ്ഞ് നല്ലപോലെ കഴുകിയതിന് ശേഷം ഈ ഒരു മാവിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ ദോശമാവ് ഇഡ്ഡലി മാവൊക്കെ പൊങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 8-10 മണിക്കൂർ മാറ്റി വെക്കുമല്ലോ, അതുപോലെ തന്നെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ തണുപ്പാകുമ്പോൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2-3 മണിക്കൂർ കൂടി എക്സ്ട്രാ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു 10 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ മാവൊന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മളെ മാവ് വെണ്ണ പോലെ നല്ലവണ്ണം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്താട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തണുത്ത കാലാവസ്ഥയാണെങ്കിൽ തലേന്ന് അരക്കുമ്പോൾ ഉപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചൂടൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ തലേന്ന് ഉപ്പ് ചേർത്ത് അരക്കുമ്പോൾ പിറ്റേന്ന് മാവ് വല്ലാണ്ട് പുളിച്ച് പൊങ്ങിയിട്ട് ഒരു പുളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ആ ഒരു സവാള നമ്മളങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല, കഴുകിയിട്ട് നമുക്ക് സാധാരണ കറിക്കൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇതാ ഇതിലേക്ക് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ദോശയും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കാം.